പ്രിയമുള്ളവരെ നമസ്കാരം. മിന്നൽ നിച്ചുവാണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുമ്പോഴത്തേക്ക് പൾസർ സുനിക്ക് 20 വർഷമാണ് ശിക്ഷ കിട്ടിയത്. പൾസർ സുനിക്കും സംഘത്തിനും. ഇതേ കേസിന് മുമ്പും പൾസർ സുനി ജയിലിൽ കിടന്നിട്ടുണ്ട്. ദിലീപിനെ സംശയിത മൂലം തെളിവോട് സഹിതം ആ സമയത്ത് 84 ദിവസക്കാരാണ് ജയിലിൽ കിടന്നത്. ഇന്ന് ദിലീപ് നിരപരാധി ആണെങ്കിൽ ഈ നടിയെ ആരാണ് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത്? എന്തിനാണ് കൊടുത്തത്? ആർക്കാണ് ഇത്ര ദേഷ്യമുള്ളത്? എല്ലാത്തിനും ഉത്തരം പറയേണ്ടതുണ്ട്. കോടതി ദിലീപിനെ വെറുതെ വിട്ടു. 6 പേര് ശിക്ഷിച്ചു 20 വർഷത്തിന്. ദിലീപിന്റെ കുറ്റവാളിയാണെങ്കിൽ ദിലീപും 20 വർഷം ജയിലിൽ കിടക്കേണ്ടതായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ട് കേസ് അട്ടിമറിച്ചു, പിന്നെ ജഡ്ജി വന്നിട്ട് എണീച്ച് നിന്ന് തൊഴുതു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഏതാണ് സംഭവം, ഏതാണ് ശരി ഇല്ലെന്ന് അറിയേണ്ടതുണ്ട്. ദിലീപ് കുറ്റക്കാരനല്ലെങ്കിൽ ആ സമയത്ത് തെളിവോട് ദിലീപിന് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തതും ജയിലിൽ കിടന്നതും? 9 പ്രാവശ്യമാണ് ജാമ്യം നിഷേധിച്ചത്. ഇതിനെല്ലാം ആരുത്തരം പറയും? എന്തുത്തരം പറയും? ദിലീപ് എന്നുള്ളൊരു നടൻ കുറ്റക്കാരനല്ലെങ്കിൽ അയാളെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ദിലീപിന്റെ പേര് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ ഈ നടിയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് കൊട്ടേഷൻ കൊടുത്തത്? 20 വർഷം തടവാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു പൾസർ എന്നൊരു സുനി എന്നൊരു വ്യക്തിയുടെ ഒരു ലൈഫ് തീർത്തും പോയി. ഇതാണ് സംഭവം. ഇതിക്ക് ഒരുപാട് ആൾക്കാർ ഉത്തരം പറയേണ്ടതുള്ളത്. 20 വർഷം ശിക്ഷ വിധിച്ചെങ്കിൽ ഇനി ദിലീപ് എന്നുള്ളൊരു വ്യക്തിയെ ഇപ്പോൾ താൽക്കാലികമായി വിട്ടയച്ചിട്ടുണ്ടെങ്കിൽ കേസിന് അപ്പീൽ പോയാൽ ചിലപ്പോൾ ദിലീപ് എന്നൊരു വ്യക്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ, മേൽക്കോട് പോയി കണ്ടെത്തിയാൽ ദിലീപിനും 20 വർഷം ശിക്ഷ കിട്ടും. ഇതാണ് അറിയേണ്ട ഒരു കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. മീഡിയയും ജനങ്ങളും കേരള പോലീസും കേരള കോർട്ടും ഹൈക്കോർട്ടും. ഇതേ വിഷയം വീണ്ടും വരികയാണ്. മിന്നൽ നിച്ചു. ഇത് പാരഗ്രാഫ് 1 എന്നാൽ നന്ദി, നമസ്കാരം.